നമസ്കാരം, ഞാൻ ഡോക്ടർ നസ്ല, CMO നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. ഇപ്പോൾ ഒട്ടുമിക്ക സ്ത്രീകളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് PCOD അല്ലെങ്കിൽ PCOS തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ. സാധാരണയായിട്ടും നമ്മൾക്ക് എല്ലാ ആളുകളും ഇത് ശ്രദ്ധിച്ചു തുടങ്ങുന്നത് അവരുടെ ആർത്തവം ക്രമം തെറ്റിയിട്ട് വരുന്ന സമയത്ത് മാത്രമാണ്. പക്ഷെ പലപ്പോഴും ഈ ആർത്തവത്തിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പീരീഡ്സ് ഇറഗുലർ ആവുന്നത്, അല്ലെങ്കിൽ നേരം വൈകി വരുന്നതും, അല്ലെങ്കിൽ വരാതിരിക്കുന്നതൊക്കെ PCOD വന്ന് ഒരുപാട് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടാവാറുള്ളത്. PCOD പലപ്പോഴും നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് തരത്തിലുള്ള സയൻസ് കാണിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള സയൻസും സിംറ്റംസും കാണിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് PCODനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ല എങ്കിൽ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് അതുകൊണ്ടുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. പല ആളുകളും മാറാതെ വരുന്ന മുഖക്കുരു ഉണ്ടാവുക, അതുപോലെ തന്നെ കുട്ടികളില്ലാത്തൊരു പ്രശ്നം ഉണ്ടാവുക, അതുപോലെ വണ്ണം കൂടി വരിക എന്നുള്ളത്. അതേപോലെ തന്നെയുള്ളതാണ് PCOD ഉള്ള ആളുകളിൽ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ആൻസൈറ്റി പ്രശ്നങ്ങൾ, ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ, എന്ത് കാരണത്തിനും പെട്ടെന്ന് ദേഷ്യം വരിക, കരച്ചിൽ വരിക, ഇമോഷണലി ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥ എന്നുള്ളത്. പലപ്പോഴും ചെറിയ ടീനേജിലുള്ള പെൺകുട്ടികളാണെങ്കിലും അവർക്ക് എപ്പോഴും അധികമായിട്ടുള്ള ഒരു ദേഷ്യം വരുന്ന കാരണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ വീട്ടുകാരൊക്കെ എന്തെങ്കിലും പറയുന്ന സമയത്ത് പെട്ടെന്ന് തർക്കുത്തരം പറയാന്ന് പറയുക, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, എല്ലാത്തിനോട് വാശി കാണിക്കുകയൊക്കെ ചെയ്യുന്നത് പലപ്പോഴും കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു കംപ്ലൈന്റ് ആയിട്ടായിരിക്കും പലപ്പോഴും അമ്മമാരൊക്കെ ക്ലിനിക്കിലേക്ക് വരുന്നത്. ആ സമയത്ത് കുട്ടികളുടെ അടുത്ത് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന സമയത്താണ് അവർക്ക് എന്തൊക്കെയോ ഒരു ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാവാം എന്നുള്ളത് അവരുടെ ശരീരത്തിലുള്ള മാറ്റങ്ങളാണെങ്കിലും മാനസികമായിട്ടുള്ള മാറ്റങ്ങളാണെങ്കിലും കണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ നമ്മളൊരു USG എടുത്ത് നോക്കുകയാണെങ്കിൽ, അൾട്രാസൗണ്ട് സ്കാനിങ് എടുത്ത് നോക്കുന്ന സമയത്താണ് അവർക്ക് പോളിസിസ്റ്റിക് ഓവറി എന്നുള്ളത്, നമ്മുടെ ഓവറിക്കുള്ളിൽ ഇങ്ങനെ മുത്തുകൾ പോലെ ഇങ്ങനെ കുറച്ച് സിസ്റ്റുകൾ ഉണ്ടാവുക എന്നുള്ളത്. അത് വരാനുള്ള കാരണം നമ്മൾക്ക് സാധാരണയായിട്ട് പീരീഡ്സ് നടക്കേണ്ട സമയത്ത് നമ്മുടെ ഓവറിക്കകത്ത് ഓവം വളർന്നു വരണം. പക്ഷെ ആ ഓവം കറക്റ്റായിട്ട് മെച്ചുവർ ആവാതിരിക്കുക, മുഴുവനായിട്ട് മെച്ചുവർ ആയിട്ട് അത് പൊട്ടിയിട്ടാണ് അത് ഓവുലേഷൻ നടക്കേണ്ടത്. അതിന് പകരം അത് മുഴുവനായിട്ട് പൊട്ടാതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഹോർമോണിലൊരു വ്യത്യാസം ഉണ്ടാവും. ആ ഹോർമോൺ മുഴുവനായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഓവുലേഷൻ നടക്കുള്ളൂ. അപ്പോൾ പകുതിയിൽ നമ്മൾ ഹോർമോണിന്റെ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ ആ ഉൽപ്പാദിപ്പിക്കേണ്ട ഓവം അതേപോലെ തന്നെ ഓവറിയിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓവുലേഷൻ നടക്കാത്ത കാരണം നമ്മുടെ ശരീരത്തിൽ നമുക്ക് പിരിമുറുക്കങ്ങൾ ഉണ്ടായി, നമുക്ക് കൂടുതൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അപ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളിലാണെങ്കിലും ഇനി മുതിർന്നവരിലാണെങ്കിലും ചില ആളുകളിലൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, മാനസികമായിട്ടാണെങ്കിലും അവർക്ക് ഒരുപാട് പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് PCOD ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതുപോലെ തന്നെ കഴുത്തിന്റെ പുറകുവശത്തായിട്ട് ഒരുപാട് പിഗ്മെന്റേഷൻസ്, കറുപ്പ് കളർ വരുന്നുണ്ടെങ്കിൽ, അതുപോലെ കക്ഷത്തിലാണെങ്കിലും തുടയിലാണെങ്കിലും ഒരുപാട് പിഗ്മെന്റേഷൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കവിളിന്റെ ഈ ചീക്കിൽ ഈ ഒരു സൈഡിൽ കൂടുതലായിട്ട് പിമ്പിൾസ് വരുന്നുണ്ടെങ്കിൽ, എന്തൊക്കെ ചെയ്തിട്ടും ട്രീറ്റ്മെന്റ് എടുത്തിട്ട് കുറച്ച് കാലം കഴിഞ്ഞ സമയത്ത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് ഹോർമോണൽ ആയിട്ടുള്ള പിമ്പിൾസ് ആയിരിക്കും. പലപ്പോഴും അത് PCOD പ്രശ്നങ്ങളായിരിക്കാം. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള കൂടുതലായിട്ടുള്ള വരാനുള്ള ഒരു റീസൺ ഇതെന്താന്ന് വെച്ചാൽ, കൂടുതലും നമുക്ക് പാരമ്പര്യമായിട്ട് തന്നെ പല കുട്ടികളിലാണെങ്കിലും ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും. പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു 80% മുതൽ 90% വരെ PCOD വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ മാറ്റം കൊണ്ടാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടി വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് സംഭവിക്കുന്നത്, ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഹോർമോണിന്റെ ഒരു വേരിയേഷൻസ് തടസ്സപ്പെടുക എന്നുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഉള്ള ഹോർമോണുകളിൽ വ്യത്യാസം വന്നേക്കാം. അതേപോലെ തന്നെയാണ് LH, FSH എന്ന് പറയുന്നത്. ഈ LH ഉം FSH ഉം ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഓവുലേഷനെ കണക്ട് ചെയ്തിട്ടുള്ള ഹോർമോണുകൾ. ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ അത് FSH ഉം LH നെയും ബാധിക്കാനും ഇതുവഴി നമ്മുടെ ഓവുലേഷൻ പ്രോപ്പർ ആവാതിരിക്കാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ സ്ത്രീകളുടെ ശരീരത്തിലും ചെറിയ അളവിൽ പുരുഷ ഹോർമോണുകൾ ഉണ്ടാവും, ടെസ്റ്റോസ്റ്റിറോണുകൾ. പക്ഷെ നമുക്ക് PCOD ഉള്ള സ്ത്രീകളിലാണെങ്കിൽ കൂടുതലായിട്ട് ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മെയിൽ പാറ്റേണിലേക്ക് കൂടുതലായിട്ടും ഫേഷ്യൽ ഹെയർസ് ഒക്കെ കൂടി വരിക, മുഖത്ത് ഒരുപാട് രോമ വളർച്ച ഉണ്ടാവും. കൂടുതൽ ആളുകൾ താടിയിൽ ഒരുപാട് രോമം വരിക, അതുപോലെ മീശ പോലെയുള്ളത് കൂടുതലായിട്ട് വരുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് PCOD ആവാം എന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ ആദ്യത്തെ കുറച്ച് വർഷത്തിൽ തന്നെ നിങ്ങൾക്ക് PCOD അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു മെഡിസിനും ഇല്ലാതെ തന്നെ കറക്റ്റായിട്ട് ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്തിട്ട് നമുക്കത് മാറ്റിക്കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. കാരണം നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ കാരണം വന്നിട്ടുള്ളതായതുകൊണ്ട് നമ്മൾ കുറയ്ക്കേണ്ടത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. നമ്മൾ പലപ്പോഴും ഈ ഒരു PCOD പറയുന്ന പേര് തന്നെ ഡയബറ്റീസ് ഓഫ് ഓവറി എന്നാണ്. ഡയബറ്റീസ് സാധാരണ വരുന്നത് എന്താ, നമ്മുടെ ശരീരത്തിൽ
കൂടുതലായിട്ട് ഷുഗർ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. ഈ ഷുഗർ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഡയബറ്റീസ് വരുന്നത് നമ്മുടെ അണ്ടാശയത്തിലാണെങ്കിൽ അതിന് ഡയബറ്റീസ് ഓഫ് ഓവറി അല്ലെങ്കിൽ PCOD എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിലും കൂടുതലായിട്ട് മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അത് ഏത് ഫോമിലാണെങ്കിലും, നമ്മൾ പഞ്ചസാര മാത്രമല്ല മധുരമായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. നമ്മൾ തേൻ കഴിക്കുന്നതാണെങ്കിൽ, ശർക്കര കഴിക്കുന്നതാണെങ്കിൽ, ഫ്രക്ടോസ് കോൺ സിറപ്പുകൾ, പലതരത്തിലുള്ള ബേക്കറി പലഹാരങ്ങളൊക്കെ. അപ്പം നമ്മുടെ ഇപ്പം ഈ ഫുഡ് സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത് നമ്മൾ ഈ ഫ്രക്ടോസ് കോൺ സിറപ്പുകൾ, പലരും കൂടുതലായിട്ട് നമ്മൾ കേക്ക് കഴിക്കുക, പേസ്ട്രീസ് കഴിക്കുന്നതുണ്ടാവും, പലഹാരങ്ങൾ കഴിക്കുന്നതൊക്കെ. അതെല്ലാം ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ടത്. PCOD നിങ്ങൾക്ക് ഉണ്ടെന്ന് അറിഞ്ഞാൽ അല്ലെങ്കിൽ PCODയുടെ ലക്ഷണങ്ങൾ കണ്ടെന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മധുരം മുഴുവനായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചായയിൽ മധുരം ഇടുന്നത് മുതൽ നമ്മൾ പേസ്റ്റ് കഴിക്കുന്നത് വരെ കംപ്ലീറ്റ് ഒഴിവാക്കുക എന്നുള്ളത് ചെയ്യണം. പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മുടെ അളവ് കുറയ്ക്കുക എന്ന് വെച്ചാൽ അന്നജത്തിന്റെ അളവ് കുറയ്ക്കുക. അന്നജമാണ് നമ്മൾക്ക് പിന്നെ കൂടുതലായിട്ട് ഷുഗർ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. അതുപോലെ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണം ശരീരത്തിൽ എത്തിയതിന് ശേഷം അത് എത്ര പെട്ടെന്നാണോ ഷുഗർ ആക്കി മാറ്റുന്നത് എന്നുള്ളതാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ്. അപ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളത്. അതിൽ നമുക്ക് ഒരുപാട് ഭക്ഷണങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. വെളുത്ത അരി, നമ്മൾ എന്നും കഴിക്കുന്നത് ചോറാണ്. രാവിലെ ആണെങ്കിൽ നമ്മൾ അരിഭക്ഷണമാണ് കഴിക്കുന്നത്, ഉച്ചയ്ക്ക് അരിഭക്ഷണമാണ് കഴിക്കുന്നത്, രാത്രിയിൽ അരിഭക്ഷണമാണ് കഴിക്കുന്നത്. ഈ 3 നേരം അരിഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഓവർലോഡാണ്. അത് ഒരുപാട് ഗ്ലൂക്കോസ് ഉണ്ടാക്കും. ഇത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കും. അതുവഴി നമുക്ക് LH FSH മാറാനും അത് കാരണം നമുക്ക് PCOD പ്രശ്നങ്ങൾ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് മധുരം കട്ട് ചെയ്യുക. രണ്ടാമത്തേതാണ് അന്നജത്തിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ PCOD ഉള്ള ആളുകൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എഗ് ആണ്. എഗ് നമ്മൾ മോർണിംഗും നൈറ്റിലും കുറച്ചധികം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എഗ് കഴിക്കുന്നതിൽ കൂടുതലായിട്ട് കൊളസ്ട്രോൾ വരിക അല്ലെങ്കിൽ പ്രോട്ടീൻ കൂടുക, ഫാറ്റ് കൂടുക എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. 0 ഷുഗർ ആയതുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ചുകൊണ്ട് വരും. അപ്പം രാവിലെ നിങ്ങൾ എഗ്ഗ് അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഷുഗർ കൂടുന്നതിനെ കുറച്ചുകൊണ്ട് വരാൻ പറ്റും. അങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്ന സമയത്ത് തന്നെ പീരീഡ്സ് ഇറഗുലർ ആയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് പീരീഡ് ആവാൻ, അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി ഉള്ള ആളുകൾ, കുട്ടികളില്ലാതിരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഞാൻ സാധാരണയായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഡയറ്റാണ് കൂടുതലും എഗ്ഗ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള സമയത്ത് തന്നെ പെട്ടെന്ന് പീരീഡ് ആവാൻ വേണ്ടിയിട്ടും നമുക്ക് കുട്ടികളില്ലെങ്കിൽ പെട്ടെന്ന് ഒരു കൺസീവ് ചെയ്യാനുള്ള ഒരു ചാൻസും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ് മറ്റൊന്ന് omega-3 ഫാറ്റി ആസിഡ്സ്. ഈ omega-3 ഫാറ്റി ആസിഡ്സ് നമുക്ക് കിട്ടുന്നത് ചെറിയ മത്സ്യങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്കും മീൻ കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്, മീൻ കഴിക്കാത്ത ആളുകളായിരിക്കും. അപ്പോൾ ചെറിയ മത്സ്യങ്ങൾ ഒരുപാട് കഴിക്കുക. അതുപോലെ വിത്തിനങ്ങൾ, ചണവിത്ത് പോലെയുള്ള ഒരുപാട് വിത്തിനങ്ങൾ കഴിക്കുക. അതുപോലെ നട്ട്സ് കഴിക്കുക. നട്ട്സ് കഴിക്കുന്നതിൽ വാൽനട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ അന്നജം കഴിക്കുന്ന സമയത്ത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള അന്നജങ്ങൾ എടുക്കുക. അത് നമ്മുടെ ശരീരത്തിൽ അന്നജമാണ്, ഷുഗർ കണ്ടന്റ് ഉണ്ട്. ഏകദേശം ഒരു 60% നമുക്കതിൽ ഷുഗർ കണ്ടന്റ് ഉണ്ടാവുക. പക്ഷെ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് അത് ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കില്ല. കുറച്ചധികം സമയം എടുത്തിട്ടാണ് അത് ദഹിക്കാനും ശരീരത്തിലുള്ള ഷുഗർ കൂട്ടുന്നതും ഉള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് കുറവാണ്. അങ്ങനെയുള്ളതാണ് നമുക്ക് മില്ലറ്റുകൾ, ചെറിയ ധാന്യങ്ങൾ. അത് ചോളാവാം, അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് കഴിക്കുന്ന ബാർലി ആവാം, ഓട്സ് കഴിക്കാം. ഓട്സ് കഴിക്കുന്ന സമയത്ത് റോൾഡ് ഓട്സ് അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സുകൾ കഴിക്കണം. ഇപ്പോൾ കൂടുതലായിട്ടും കിട്ടുന്ന ഇൻസ്റ്റന്റ് ഓട്സുകൾ, പെട്ടെന്ന് വേവിച്ച് പെട്ടെന്ന് കഴിക്കാനുള്ള ഓട്സ് ഒരിക്കലും കഴിക്കരുത്. അതിൽ ഒരുപാട് ഷുഗർ കണ്ടന്റ് ഉണ്ട്. അത് കുറച്ചുകൂടെ ടേസ്റ്റി ആകുന്നത് കാരണം എല്ലാവരും പെട്ടെന്ന് മേടിച്ച് കഴിക്കുന്നതാണ്. പക്ഷെ അത് കഴിക്കാതിരിക്കുക. പല കുട്ടികളും അതിപ്പോൾ ഡയറ്റ് എടുക്കുവാണ് അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ ഈ ഒരു PCODന്റെ ടൈമിൽ അവർ ചെയ്യുന്നത് രാവിലെ തന്നെ ഓട്സ് കഴിക്കുകയാണ്. ആ ഓട്സ് കഴിക്കുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഓട്സ് ഇതിൽ ഏതെങ്കിലും ആണോ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഓട്സ് ആണോ എന്നുള്ളത് നോക്കുക. ഇൻസ്റ്റന്റ് ഓട്സ് ആണെങ്കിൽ നമ്മൾ ഒഴിവാക്കണം. അപ്പം രാവിലെ നമ്മൾ മാക്സിമം അന്നജം കുറച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ മില്ലറ്റുകൾ കഴിക്കുക എന്നുള്ളത്. ഇപ്പം റാഗി ആവാം, അതുപോലെയുള്ള എന്തെങ്കിലും മില്ലറ്റുകൾ, കിനോവ പോലെയുള്ള മില്ലറ്റുകളൊക്കെ കഴിക്കുകയാണെങ്കിലും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. അതുപോലെ മില്ലറ്റുകളിൽ നമ്മുടെ ഷുഗറിന്റെ അളവ് താരതമ്യേന കുറവാണുള്ളത്, ഷുഗറിന്റെ അളവ് ഇല്ല എന്നല്ല. അതുപോലെ തന്നെ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള എല്ലാ ഫുഡുകളും, അതുപോലെ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ്, നമ്മൾ ഫാസ്റ്റ് ഫുഡ് ഒരുപാട് കഴിക്കുന്നത്. അപ്പം ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ, ലിവറിൽ ടോക്സിൻ ഉണ്ടാക്കാൻ, ലിവറിൽ ഒരു ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുകൾ ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഒഴിവാക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളിത് ട്രീറ്റ് ചെയ്യുന്നത് 3 തരത്തിലാണ്. ആദ്യത്തെ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ഫസ്റ്റത്തെ വൺ എന്ന് പറയുന്നത് ഡയറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത്. അത് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്ന തരത്തിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യണം. രണ്ടാമത്തേതെന്ന് പറയുന്നത് ആഴ്ചയിൽ 4-5 ദിവസം 40 മുതൽ 50 വരെ മിനിറ്റുകൾ കറക്റ്റായിട്ട് വർക്കൗട്ടുകൾ ചെയ്യുക. എന്തെങ്കിലും എക്സസൈസുകൾ നിർബന്ധമായിട്ടും ചെയ്യണം. ഇത് നമ്മുടെ ശരീരത്തിലുള്ള അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പുരുഷ ഹോർമോണുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും LH FSH നോർമൽ ആക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. പീരീഡ്സ് ഇറഗുലർ ആണെങ്കിൽ അത് മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും.
മൂന്നാമത്തതും വളരെ ലെസ് ഇമ്പോർട്ടൻസ് കുറഞ്ഞതുമായിട്ടുള്ളതാണ് മെഡിസിൻ എടുക്കുക എന്നുള്ളത്. വളരെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ ഒരുപാട് കാലം കഴിഞ്ഞിട്ടും ഓക്കെ ആവുന്നില്ല എന്നുള്ളതാണെങ്കിൽ മാത്രം നിങ്ങൾ മെഡിക്കേഷൻ എടുക്കേണ്ടത്. ആദ്യം തന്നെ മെഡിസിൻ എടുക്കുന്നതിന് അല്ലെങ്കിൽ ഹോർമോണൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ മെഡിസിൻ എടുക്കണോ അല്ലെങ്കിൽ എന്ത് ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. അതിൻ്റെ കൂടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു വർക്കൗട്ടും ഫോളോ ചെയ്തിട്ട് മാത്രം, അത് ഓക്കെ ആവുന്നില്ലെങ്കിൽ മാത്രം മെഡിസിൻ എടുക്കേണ്ട ഒരു രീതിയിലേക്കാണ് മാറേണ്ടത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ ഭക്ഷണത്തിൽ എപ്പോഴും എന്തെങ്കിലും സാലഡുകൾ ഉൾപ്പെടുത്തുക എന്നുള്ളത്. ഇപ്പോൾ കൂടുതൽ ആളുകളും കഴിക്കാതിരിക്കുന്ന ഒരു കാര്യമാണ് സാലഡുകൾ. എന്തെങ്കിലും പച്ചക്കറികൾ ഡെയിലി കഴിച്ചിരിക്കണം. അത് സാലഡുകൾ കഴിക്കുന്ന സമയത്ത് വേവിച്ചിട്ടുള്ളത് കൂടുതലായിട്ട് കഴിക്കുക. അതല്ല എങ്കിൽ നമ്മൾ ഒരു ബൗൾ എന്തെങ്കിലും സാലഡ്, കാരണം ബീട്രൂട്ടോ ക്യാരറ്റോ കുക്കുംബറോ എന്തെങ്കിലും ഒരു സാലഡ് ഡെയിലി കഴിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ തന്നെ നല്ല ബാക്ടീരിയൽ ഗ്രോത്ത് കിട്ടുന്ന തൈര് പോലെയുള്ളത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ഇഞ്ചി, മഞ്ഞൾ, വെളുത്തുള്ളി ഒക്കെ ഉള്ളത് നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടാണെങ്കിലും നമ്മൾ കറിയിൽ ഇട്ടിട്ടുള്ളതാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കറിയിലിട്ടത് ഒഴിവാക്കി കളയുന്നതിന് പകരം അത് കഴിക്കാൻ നോക്കുക. അത് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ട് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഉള്ളി കഴിക്കുക എന്നുള്ളത്. അത് സാലഡ് ആക്കിയിട്ട് കഴിക്കാം. അതിൽ ക്വാർസെറ്റിൻ ഉണ്ട്, അത് ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ളതാണ്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻസ് കുറച്ചുകൊണ്ട് വരും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് PCOD ഈസി ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് PCOD ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ കറക്റ്റായിട്ട് PCOD ആണോ ഡയഗ്നോസ് ചെയ്തിട്ട് ഈ പറയുന്ന തരത്തിൽ ഒരു ഡയറ്റും വർക്കൗട്ടും ചെയ്തിട്ട് അതിനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്